നമസ്കാരം. ജ്യോതിഷത്തിൽ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നതായ ഒരു ഗ്രഹം തന്നെയാണ് രാഹു. നിഴൽ ഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹം കൂടിയാണ് രാഹു. മനുഷ്യ ജീവിതത്തിൽ ശക്തമായ സ്വാധീനം ചെലുത്തുന്ന ഗ്രഹമായി രാഹുവിനെ കണക്കാക്കുന്നു. ഓരോ ദിവസവും രാഹു കാലത്തിന് ഹൈന്ദവ സംസ്കാരം അനുസരിച്ച് പ്രത്യേകമായ പ്രാധാന്യം നൽകാറുമുണ്ട്. ദോഷങ്ങൾക്ക് കാരണമാകുന്ന ഗ്രഹമെന്നും പാപഗ്രഹമെന്നും രാഹു അറിയപ്പെടാറുമുണ്ട്. എന്നാൽ രാഹുവുമായി ബന്ധപ്പെട്ട മാറ്റത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കുന്നത്. തന്മൂലം മാർച്ച് മാസം ഞാൻ ഈ പരാമർശിക്കുന്ന വ്യക്തികൾക്ക് അനുകൂലമായി തീരും. നിശ്ചിത കാലം കൂടുമ്പോൾ രാഹുവും രാശി നക്ഷത്രവും മാറുന്നതാണ്. ഈ മാറ്റം 12 രാശിക്കാരെയും അനുകൂലമോ പ്രതികൂലമോ ആയ രീതിയിൽ ബാധിക്കാറുമുണ്ട്. നിലവിൽ മീനം രാശിയിലാണ് രാഹു ഉള്ളത്. രാഹു ഉത്രട്ടാതി നക്ഷത്രത്തിൽ നിന്നും പൂരുരുട്ടാതി നക്ഷത്രത്തിലേക്ക് എത്തുകയാണ്. തന്മൂലം ഞാൻ ഈ പരാമർശിക്കുന്ന രാശിക്കാർക്ക് ജീവിതത്തിൽ സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും വർദ്ധിക്കുന്നതായ മാസമായി തന്നെ മാർച്ച് മാസം മാറും. ഏതെല്ലാമാണ് ആ നക്ഷത്രക്കാർ എന്ന് വിശദമായി തന്നെ മനസ്സിലാക്കാം. ഏവരും ഓം ഗം ഗണപതയേ നമ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ഈ മാസം സർവവിഘ്നങ്ങളും അകന്ന് ഐശ്വര്യങ്ങളും വിജയങ്ങളും തേടിയെത്തണം എന്ന് സാക്ഷാൽ ഗണപതി സ്വാമിയെ വന്ദിച്ചുകൊണ്ട് തന്നെ ഓം ഗം ഗണപതയേ നമ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ഏവരും ശ്രമിക്കുക. ഇടവം രാശി. ഇടവം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകേരം ആദ്യ പകുതി എന്നീ നക്ഷത്രക്കാർ. ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പൂരുരുട്ടാതി നക്ഷത്രത്തിലേക്കുള്ള രാഹുവിന്റെ ഈ മാറ്റം ഇടവം രാശിയിൽ ജനിച്ച വ്യക്തികൾക്ക് ചില കാര്യങ്ങൾ അനുകൂലമാക്കി തീർക്കും. സൗഭാഗ്യങ്ങൾ നിങ്ങളെ തേടിയെത്താം. നേട്ടങ്ങൾ വർദ്ധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ഈ രാശിയുടെ 11ാം ഭാവത്തിൽ നിൽക്കുന്ന രാഹു ജീവിതത്തിൽ വിജയങ്ങളും സമ്പത്തും ഐശ്വര്യങ്ങളും ഇവർക്ക് വാരിക്കോരി നൽകും എന്നതാണ് വാസ്തവം. ധനപരമായ കാര്യങ്ങൾ അനുകൂലമായി തീരാം. ധനം ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ അനുകൂലമായി തീരും. ചെയ്യുന്ന പ്രവൃത്തികളിൽ നാൾക്ക് നാൾ വിജയങ്ങൾ വന്നു ചേരും. ഭൗതികമായ സുഖ സൗകര്യങ്ങൾ നിങ്ങൾക്ക് വർദ്ധിക്കുന്നതായ സാഹചര്യമാണ് വന്നു ചേരുക. വളരെ കാലമായി മനസ്സിൽ കൊണ്ട് നടക്കുന്നതായ ചില കാര്യങ്ങൾ, ചില ആഗ്രഹങ്ങൾ, അത് പൂർത്തീകരിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. ആ കാര്യങ്ങൾ അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും. മനസ്സിന് സാഫല്യവും സംതൃപ്തിയും നൽകുന്നതായ സാഹചര്യങ്ങളാണ്, പ്രവൃത്തികളാണ് അല്ലെങ്കിൽ ഫലങ്ങളാണ് നിങ്ങൾക്ക് വന്നു ചേരുക. ചില വ്യക്തികൾ മൂലം നിങ്ങൾക്ക് ഉയർച്ച തടസ്സപ്പെട്ടിരിക്കുന്നതായ സാഹചര്യമുണ്ട്. അതിൽ ചില മാറ്റങ്ങൾ വന്നു ചേരും. ശത്രുക്കളെ ഫലപ്രദമായി തന്നെ പ്രതിരോധിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. വ്യക്തികളുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ പരിഹരിച്ച് കാര്യങ്ങൾ തങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും. പല കാര്യങ്ങളിലും ഊർജ്ജസ്വലതയും മികവും പ്രകടിപ്പിക്കുന്ന സാഹചര്യങ്ങൾ വന്നു ചേരും. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട ചില ആശങ്കകൾ, ആകുലതകൾ നിങ്ങളുടെ മനസ്സിലുണ്ട്. അതിന് പരിഹാരം കണ്ടെത്തുവാൻ സാധിച്ചു എന്ന് വരാം. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് ജീവിതത്തിലേക്ക് വന്നു ചേരേണ്ട ചില അനുകൂലമായ കാര്യങ്ങൾ വന്ന് ഭവിക്കാവുന്നതുമാണ്. ഇത്തരത്തിൽ കാര്യങ്ങൾ അനുകൂലമായി തീരാവുന്ന ഒരു മാസം തന്നെയായി മാർച്ച് മാസം മാറും. ഈ സമയം തീർച്ചയായും ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധ പുലർത്തി തന്നെ ചെയ്യുക. ഒരിക്കലും എടുത്തുചാട്ടം പാടുള്ളതല്ല. മകരം രാശി. മകരം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടം ആദ്യ പകുതി എന്നീ നക്ഷത്രക്കാർ. മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പൂരുരുട്ടാതിയിലേക്കുള്ള രാഹുവിന്റെ മാറ്റം മകരം രാശിയിൽ ജനിച്ച വ്യക്തികൾക്ക് വളരെയധികം നേട്ടങ്ങൾക്ക് കാരണമായി തീരും. മകരം രാശിയുടെ 3ാം ഭാവത്തിലാണ് നിലവിൽ രാഹു ഉള്ളത്. ഈ രാശിയുടെ കരിയറും ബിസിനസ്സിലും വലിയ പുരോഗതി കൊണ്ടുവരുവാൻ രാഹുവിന്റെ നക്ഷത്രമാറ്റം നിമിത്തം കാരണമായി തീരും. ജോലിയിൽ പുരോഗതി വന്നു ചേരാം.
കഴിവുകൾ നിങ്ങൾക്ക് തെളിയിക്കുവാൻ സാധിക്കും. തൊഴിൽ സംബന്ധമായും ബിസിനസ് സംബന്ധമായും കഴിവുകൾ തെളിയിച്ച് മറ്റുള്ളവരുടെ പ്രശംസ പോലും നേടിയെടുക്കുവാൻ സാധിച്ചു എന്ന് വരാം. വലിയ പുരോഗതി കൊണ്ടുവരുവാൻ രാഹുവിന്റെ നക്ഷത്രമാറ്റം നിങ്ങൾക്ക് നിമിത്തമായി തീരും. ബിസിനസ് ചെയ്യുന്നവർക്ക് റിസ്കുകൾ എടുക്കുവാൻ തയ്യാറാവുകയും അതിനനുസരിച്ചുള്ള പ്രതിഫലം നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുകയും ചെയ്യാം. വളരെ കാലമായി പരിഹരിക്കപ്പെടാത്തതായ ചില പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനുള്ള വഴികൾ തെളിയും. അത് ആശ്വാസം നൽകുന്നതായി മാറും. സമൂഹത്തിൽ നിങ്ങളുടെ നിലയും വിലയും വർദ്ധിക്കുന്നതാണ്. സാമ്പത്തിക സ്ഥിരത വർദ്ധിപ്പിക്കുവാൻ സാധിച്ചു എന്ന് വരാം. ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരും. മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവർക്ക് പ്രചോദനവും അതേപോലെ ആത്മവിശ്വാസവും നൽകുവാൻ സാധിക്കും. മാനസികപരമായ സമ്മർദ്ദങ്ങൾ നിങ്ങൾക്ക് ഇല്ലാതാക്കുവാൻ സാധിക്കും. ജീവിതം കൂടുതൽ സമാധാനപൂർണമാവുകയോ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് മൂലം സമാധാനം ജീവിതത്തിലേക്ക് കടന്നു വരികയോ ചെയ്യാം. ധൈര്യപൂർവ്വം തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. ചിന്തകളും ഇടപെടലുകളും നിങ്ങൾക്ക് അനുകൂലമായി തീരും. പുതിയ അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കും. ദീർഘകാലമായുള്ള ചില കാര്യങ്ങൾ ആഗ്രഹങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും. ദീർഘകാല നേട്ടങ്ങൾക്ക് സഹായകരമായ ചില കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കും. ഏകാഗ്രത നിലനിർത്തി അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്യുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. അനുകൂലമായ സാഹചര്യങ്ങളും അവസരങ്ങളും വന്നു ചേരും. അത് ശരിയായ രീതിയിൽ നിങ്ങൾ വിനിയോഗിക്കുക. മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം രാഹു പൂരുരുട്ടാതി നക്ഷത്രത്തിലേക്ക് എത്തുകയും ലഗ്നത്തിൽ സ്ഥിതി ചെയ്യുകയും ചെയ്യുന്നതോടെ മീനം രാശിക്കാർക്ക് അവരുടെ ജീവിതത്തിലെ ഏറ്റവും അനുകൂലമായ സമയം വന്നെത്താൻ പോവുകയാണ് എന്ന് തന്നെ പരാമർശിക്കാം. അവിശ്വസനീയമായ വിജയങ്ങൾ ഈ സമയം നിങ്ങളെ തേടിയെത്താം. വളരെ കാലമായി പൂർത്തീകരിക്കാത്തതായ ചില ജോലികൾ പൂർത്തീകരിക്കുവാൻ സാധിക്കും. മനസമാധാനവും സംതൃപ്തിയും നൽകുന്നതായ പ്രവൃത്തികളിൽ ഏർപ്പെടുവാൻ സാധിക്കും. സാമ്പത്തിക അഭിവൃദ്ധി നേടിയെടുക്കുവാൻ സാധിച്ചു എന്ന് വരാം. പുതിയ ചില കാര്യങ്ങൾ സ്വന്തമാക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. വ്യക്തിപരമായി കുടുംബജീവിതം സന്തോഷകരമായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കും. ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാക്കുവാൻ നിങ്ങൾക്ക് ഈ സമയം സാധിക്കും. ഈ കാലയളവിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ച് പ്രവൃത്തികൾ ചെയ്യുവാൻ സാധിക്കും. പല മേഖലകളിലും കഴിവ് തെളിയിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. പുതുതായി ലഭിച്ച കാര്യങ്ങൾ ചില അവസരങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിക്കുകയും ആത്മവിശ്വാസത്താൽ ഉയരങ്ങൾ പോലും കീഴടക്കുവാൻ സാധിക്കും. ജീവിതത്തിലേക്ക് സമാധാനം സന്തോഷം വന്നു ചേരാം. ജീവിതം കൂടുതൽ അർത്ഥപൂർണമാകുന്നു എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. അത്തരം ചില തോന്നലുകൾ ചിന്തകൾ നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരാം. ശുഭാപ്തി വിശ്വാസത്തോടെ തന്നെ മാറ്റങ്ങളെ നിങ്ങൾ സ്വീകരിച്ച് മുന്നോട്ട് പോവുക. ചില മാറ്റങ്ങൾ ജീവിതത്തിൽ കടന്നു വരുന്നതായ മാസമായി തന്നെ മീനമാസം മാറുന്നതാണ്. ഈ കാലയളവിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരുന്ന സാഹചര്യങ്ങളാണ് വന്നു ചേരുക. കൂടാതെ ഈ സമയം അവസരങ്ങൾ അത് ശരിയായ രീതിയിൽ നിങ്ങൾ പ്രയോജനപ്പെടുത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം.